വളാഞ്ചേരിയിൽ വാട്ടർ ടാങ്കിൽ മരിച്ച യുവതിയുടെ മരണത്തിന് മുൻപുള്ള CCTV ദൃശ്യം പുറത്ത്. യുവതി മരിച്ചത് ആത്മഹത്യയെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. മരണത്തിൽ ദുരൂഹതയില്ലെന്നും മൃതദേഹത്തിൽ മറ്റു തരത്തിലുള്ള പരിക്കുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. അത്തിപ്പറ്റ സ്വദേശിനി ഫാത്തിമയാണ് ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഞായറാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വളാഞ്ചേരി അത്തിപ്പറ്റയിൽ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറയുന്നു. മൃതദേഹത്തിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ലെന്ന് പോലീസ് പറഞ്ഞു. യുവതി മരിക്കുന്നതിന് മുൻപ് ഒറ്റയ്ക്ക് നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഫാത്തിമയുടേത് ആത്മഹത്യയാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതകത്തിനുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞു. മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. വളാഞ്ചേരി അത്തിപ്പറ്റ സ്വദേശിനി ഫാത്തിമയെ ഞായറാഴ്ച രാവിലെയാണ് അത്തിപ്പറ്റയിലെ താമസക്കാരില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ഫാത്തിമ ജോലി ചെയ്യുന്ന വീട്ടിൽ വന്നുപോയതിനു ശേഷമാണ് മൃതദേഹം ടാങ്കിൽ കണ്ടെത്തിയത്. വെങ്ങാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള താമസക്കാരില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഫാത്തിമ മരിച്ചു കിടക്കുന്നതായി ഈ വീട്ടിലെ ജോലിക്കാരാണ് ആദ്യം കണ്ടത്. വീട്ടുടമസ്ഥൻ വിദേശത്തായതിനാൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഇവിടെയുള്ളത്. ഈ വീടിന്റെ അയൽ വീട്ടിലാണ് ഫാത്തിമ ജോലി ചെയ്യുന്നതും. ഞായറാഴ്ച രാവിലെ വാട്ടർ ടാങ്കിലെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ജോലിക്കാരെത്തിയപ്പോഴാണ് ഫാത്തിമയുടെ മൃതദേഹം ടാങ്കിലെ വെള്ളത്തിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് ഫാത്തിമയാണെന്ന് നാട്ടുകാരും തിരിച്ചറിഞ്ഞത്. കേരള വിഷൻ, വളാഞ്ചേരി.